കാസർഗോഡ് 17-കാരിക്ക് നേരെ ലൈംഗിക പീഡനം. പിതാവും അമ്മാവനും നാട്ടുകാരനുമാണ് പ്രതികളായിട്ടുള്ളത്. പിതാവും അമ്മാവനും ഒളിവിലാണ്. അരുൺ പാറക്കലിന്റെ വിവരങ്ങളുമായി. അരുൺ, അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നൊരു വാർത്തയാണ്. ഈ സംരക്ഷണം നൽകേണ്ടവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾ, ബന്ധുക്കൾ തന്നെ ഇത്തരത്തിൽ ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്നു, ചൂഷണം നടത്തുന്നു. എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? ഈ അമ്മാവനും പിതാവിനും വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ? കോകില, ഈ അമ്മാവനും പിതാവിനും വേണ്ടി ഇപ്പോഴും പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരുവരും ഒളിവിലാണെന്നാണ് ഒടുവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കി. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടുകൂടി കൗൺസിലിങ്ങിന് വിധേയമാക്കുകയായിരുന്നു. അങ്ങനെയാണ് 10 വയസ്സ് മുതൽ പിതാവ് പീഡിപ്പിക്കുന്നതായി പെൺകുട്ടി കൗൺസിലറോട് തുറന്നു പറയുന്നത്. തുടർന്ന് കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്ത സമയത്ത്, കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച സമയത്ത് 2 വർഷം മുൻപ് മാതൃ സഹോദരനും 2 മാസം മുൻപ് ഒരു നാട്ടുകാരനായ വിജയൻ എന്നൊരാളും പീഡിപ്പിച്ചുവെന്നും കുട്ടി കൗൺസിലറോട് പറഞ്ഞു. അങ്ങനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയുടെ മൊഴി അത് ശരിയാണെന്ന് വ്യക്തമായി. നാട്ടുകാരനായ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ പിതാവിനും അതുപോലെ തന്നെ മാതൃ സഹോദരനും വേണ്ടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇത് ഒരു സങ്കടകരമായ കാര്യമാണ്. കുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ, പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ കുട്ടിയുടെ 10 വയസ്സ് മുതൽ തന്നെ, അതായത് ഒരു തിരിച്ചറിവില്ലാത്ത പ്രായം മുതൽ തന്നെ 17 വയസ്സ് വരെ നിരന്തരമായി പീഡനത്തിനിരയാക്കുക എന്നത് സങ്കടകരമായ കാര്യമാണ്. പോലീസ് എന്തായാലും കർശനമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടി, പിതാവിനും അതുപോലെ തന്നെ മാതൃ സഹോദരനും വേണ്ടി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.